അതായത് എൻ്റെ കുഞ്ഞു മോന് തേക്കുന്ന, അതായത് കാശിക്കുട്ടിന് തേക്കുന്ന വെളിച്ചെണ്ണയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉരുക്ക് വെളിച്ചെണ്ണ എന്നാണ് പറയുന്നത്, ചില നാട്ടിലൊക്കെ വെന്ത് പിഴിഞ്ഞ വെളിച്ചെണ്ണ അങ്ങനെയാണ് പറയുന്നത്. ഇത് തന്നെയായിരുന്നു കേശുക്കുട്ടനും തേച്ചുകൊണ്ടിരുന്നത്. അവൻ്റെ സമയത്ത് പക്ഷേ അമ്മ കോടതിയിൽ വർക്ക് ചെയ്യലായിരുന്നു. കോടതിയിൽ അമ്മയുടെ ഒരു ഫ്രണ്ട് വഴി വാങ്ങിച്ച് അങ്ങനെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അമ്മ റിട്ടയർ ആയതിനു ശേഷം അത് കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാറാണ്. ഒത്തിരി തേങ്ങ സുലഭമായി നമുക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ കിട്ടുന്ന അനുസരിച്ച് ഇച്ചിരി ഇച്ചിരി വെച്ചൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. കുറച്ച് മെനക്കേടാണ്, എന്നാലും നല്ല സൂപ്പർ സാധനമാണ്. ഇതിന് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബി സ്കിൻ സോഫ്റ്റ് ആക്കും. പിന്നെ ഇത് തേച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഡയപ്പർ റാഷ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും എന്ന് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെയൊക്കെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഞാൻ ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്ന മൊത്തം 4 തേങ്ങയാണ്. 2 മീഡിയം സൈസ് തേങ്ങ, 2 കുഞ്ഞു തേങ്ങ. ഇനി ഇത് നന്നായി ചിരകിയെടുക്കണം. ഈ വെളിച്ചെണ്ണ വെളിയിലൊക്കെ നല്ല റേറ്റാണ് കേട്ടോ. എന്താ ഇത്ര ഓവർ റേറ്റ് എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഉണ്ടാക്കി നോക്കിയപ്പോൾ മനസ്സിലായി നല്ല കഷ്ടപ്പാടാണ് കേട്ടോ ഉണ്ടാക്കി എടുക്കാനായിട്ട്. പിന്നെ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ എണ്ണയ്ക്ക് ഇത്രയും മണമോ ഈ ടെക്സ്ചറോ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുമില്ല. അങ്ങനെ ഞാൻ 2 പ്ലേറ്റ് തേങ്ങ തിരുമ്മി കഴിഞ്ഞിട്ടുണ്ട്. ഈ 2 പ്ലേറ്റ് തേങ്ങ ഇനി നമ്മൾ മിക്സിയിലൊക്കെ ഇട്ട് അടിച്ച് നന്നായിട്ട് പാലെടുക്കണം. 1-ാം പാലാണ് മെയിനായിട്ടും എടുക്കുന്നത്. നല്ല കുറുകിയുള്ള പാല് നന്നായിട്ട് നമ്മൾ എടുക്കണം. ആ മിക്സിയിലടിച്ച വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ഇങ്ങനെ നല്ല കുറുകിയ പാൽ ഇട്ടിട്ടുണ്ട്. ഇനി നേരെ അടുപ്പത്തേക്ക് വെച്ചേക്കണം. ഇനി നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതൊരു കുറുക്ക് പരുവത്തി വരും വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഈ വെളിച്ചെണ്ണ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. എന്തിനാന്നല്ല, നല്ലൊരു മോയ്സ്ചറൈസർ. അറിയാമല്ലോ, വെളിച്ചെണ്ണ പൊതുവെ ഒരു മോയ്സ്ചറൈസറാണെന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മൾ വെളിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന വെളിച്ചെണ്ണയ്ക്കകത്ത് എന്തായാലും മായം കാണും. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് അതിന് നമുക്ക് ധൈര്യമായിട്ട് വെളിച്ചെണ്ണ ഇത് മുഖത്ത് തേക്കാം. പക്ഷേ ഒത്തിരി തേങ്ങ ഉള്ളവർക്കേ ഇത് സാധിക്കുകയുള്ളൂ. കാരണം ഞങ്ങളെപ്പോലെ ഇച്ചിരി തേങ്ങ കിട്ടുന്നവർക്കാണെങ്കിൽ കുഞ്ഞിന് തേക്കാൻ ഇത് തികയുള്ളൂ. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ഇത് കട്ടിയായി വരും. ഇത് കണ്ടോ, നല്ല കുറുകി വരുന്ന കണ്ടോ. ഞാനിത് മീഡിയവും സിമ്മിലും ഒക്കെ ഇട്ടിട്ടാണ് ഇളക്കാറ്. പണ്ടുള്ളവർ പറയുന്നത് കുറഞ്ഞ തീയിൽ ഇളക്കണമെന്നാണ്. എൻ്റെ സമയക്കുറവ് കൊണ്ട് കൂട്ടിയും കുറച്ചൊക്കെ ഇടും. പക്ഷേ ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും സിമ്മിലിട്ടിട്ട് ഇളക്കാവും. 2 റീസണാണുള്ളത്. ഒന്ന് എളുപ്പം നിന്ന് കരിഞ്ഞു പോകും, രണ്ടാമത്തത് വല്ലാണ്ട് തെറിക്കും, നമ്മുടെ കൈയൊക്കെ പൊള്ളും. അപ്പോൾ നല്ല സൂക്ഷിച്ച് ഇളക്കി കൊടുക്കണം. നേരത്തെയൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഈ സ്റ്റേജ് എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് വെളിച്ചെണ്ണ തെളിഞ്ഞായിരുന്നു. പക്ഷേ അത് ഓരോ തേങ്ങയെ അടിസ്ഥാനമാക്കി ഇരിക്കുമെന്ന് തോന്നുന്നു. ഈ തേങ്ങയ്ക്ക് എന്തോ കുറച്ച് ഉണങ്ങിയ തേങ്ങ ആയതുകൊണ്ടാവാം വെളിച്ചെണ്ണ അങ്ങോട്ട് തെളിഞ്ഞിട്ടില്ല. കുറച്ച് സമയം കൂടെ ഇളക്കി കൊടുത്താലേ തെളിയുമെന്ന് മനസ്സിലായി. അങ്ങനെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ ഇതിനകത്തൊരു ബ്രൗൺ കളറിലോട്ട് മാറും. അങ്ങനെ നമുക്ക് വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഈ തെളിഞ്ഞതിൻ്റെ റെസിഡ്യൂവിന് നമ്മൾ എണ്ണക്കക്കൻ എന്നാണ് പറയുന്നത്. ഈ എണ്ണക്കക്കൻ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് തീയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇട്ടാൽ നല്ല സൂപ്പറാണ്. ഞാനൊരു പ്രാവശ്യം ചിക്കൻ കറിക്ക് ഇട്ട് നോക്കിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് പച്ചക്കും കഴിക്കാം, ഇങ്ങനെ ഡയറക്റ്റും കഴിക്കാം. പക്ഷേ കൊളസ്ട്രോൾ, ഷുഗർ അങ്ങനെയൊക്കെ ഉള്ള എന്നെപ്പോലുള്ളവരാണെങ്കിൽ അധികം കഴിക്കാതിരിക്കുക. കാരണം ഇത് വല്ലാണ്ട് കൊളസ്ട്രോളൊക്കെ കൂട്ടും. അങ്ങനെ ഞാനിത് അരിച്ച് ഒരു കുപ്പിയിലേക്ക് എടുത്തു. അപ്പോൾ ഇതിന് ഞങ്ങൾക്ക് ഒരാഴ്ചത്തേക്കുള്ള എണ്ണയായി. അപ്പോൾ ഈ വെളിച്ചെണ്ണയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക. താങ്ക് യു.